ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസാണ് കാണാൻ പോകുന്നത്. ദി ഹാർട്ട് കില്ലേഴ്സ് എന്നാണ് ഈ സീരീസിൻ്റെ പേര്. ഈ സീരീസിനെ പറ്റി ഇപ്പോൾ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ട്രെയിലർ റിലീസായപ്പോൾ തൊട്ടേ ഭയങ്കര വമ്പൻ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീരീസാണ്. സോ ഇതിൻ്റെ വൺ ലൈൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ ഹീറോസ് എന്ന് പറയുമ്പോൾ രണ്ട് ബ്രദേഴ്സും പിന്നെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സും ആണ്. ഈ രണ്ട് ബ്രദേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഓരോരോ പൈസയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ആൾക്കാരെ കൊല്ലുന്നതായിട്ടും അങ്ങനെ അസാസിൻസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ ആ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ ഒരു കള്ളനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം, കൂടുതൽ ടാറ്റു ആർട്ടിസ്റ്റൊക്കെയാണ്. മറ്റേ ആൾ ഒരു മെക്കാനിക്കാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് എന്തോ ഒരു ലക്ഷ്യത്തോടെ തന്നെ ഈ ബ്രദേഴ്സിൻ്റെ അടുത്തേക്ക് വരികയാണ്. പിന്നീട് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഒരു VIP ആയിട്ടുള്ള ഗസ്റ്റ് ഒരു ക്ലബ്ബിലേക്ക് വരുന്നതാണ്. ആ സമയം ക്ലബിൻ്റെ ആ ഒരു മാനേജറായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ആൾ, അയാളൊരു VIP ഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ സാറ് വന്നിട്ട് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്യാനായിട്ട് പറയാണ്. ഇയാൾ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ലബ്ബിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് കാണുമ്പോൾ തന്നെ ബാർ ഡാൻസേഴ്സായിട്ട് കുറേ പയ്യന്മാർ കാണുമല്ലോ. അപ്പോൾ ഇതിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇഷ്ടമുള്ള പയ്യന്മാരെ ചൂസ് ചെയ്യാം. ആ പയ്യന്മാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും, അവരിവരെ ടേക്ക് കെയർ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ജോബുണ്ടല്ലോ ക്ലബ്ബിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ആ ആൾ വന്നിട്ട് ഇപ്പം ആ ഒരു ക്ലബ്ബിൽ ഡാൻസേഴ്സായിട്ട് നിൽക്കുന്ന പയ്യന്മാരെല്ലാവരും ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ഇഷ്ടമുള്ള പയ്യനെ സെലക്ട് ചെയ്യാനായിട്ട് പറയുകയാണ്. ഈ നിൽക്കുന്ന പയ്യന്മാർക്ക് ഓരോരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാഡ്ജ് ഇവരാണെങ്കിൽ ഇങ്ങനെ അവരുടെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ നോക്കിയിട്ട് നമ്പർ 88 മതി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്പർ 88 വിളിക്കുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ ഈ സീരീസിലെ ഒരു ഹീറോ ആണ്. അവൻ്റെ പേര് ബൈസൺ എന്നാണ്. അപ്പോൾ നമ്മുടെ ബൈസൺ ആണെങ്കിൽ അയാൾ വിളിച്ചതുകൊണ്ട് തന്നെ അയാളുടെ കൂടെ ചെല്ലാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു റൂമിലേക്ക് ചെന്നിട്ട് ഇയാളിങ്ങനെ പാട്ട് പാടുമ്പോൾ ബൈസൺ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഹലോ സാർ, ഞാൻ ഡ്രിങ്ക് ഒഴിച്ച് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, അയാളെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം അയാളും അങ്ങ് വഴങ്ങുവാണ്. ഇതേ ടൈമിന് നമ്മുടെ ബൈസൺ ആണെങ്കിൽ, സാർ ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യ്, നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വരാനുണ്ട്, ഫുഡും കൂടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാമെന്ന് പറയാണ്. ഇതേ സമയം ഫുഡും കൊണ്ട് വെയിറ്റർ വരുന്ന കാണിക്കുന്നുണ്ട്. ഈ വെയിറ്റർ മറ്റാരുമല്ല, നമ്മുടെ ഈ ബൈസൻ്റെ ബ്രദറാണ്. അവൻ നമ്മുടെ അടുത്ത ഹീറോയാണ്. അവൻ്റെ പേര് ഫഡേൽ എന്നാണ്. അതിനുശേഷം വീണ്ടും ബൈസനെ കാണിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇയാളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അയാളുമായിട്ട് ബാട്ടബിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇയാൾ ബാട്ടബിലൊക്കെ ഇരുത്തിയ ശേഷം അയാൾക്ക് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങോട്ടേക്ക് ആ സമയം നമ്മുടെ വെയിറ്ററായിട്ടുള്ള ഫഡേൽ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബൈസൺ ഫുഡ് വന്നെന്നാൽ തോന്നുന്നെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം സാറെന്ന് പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് ചെല്ലാണ്. അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഫഡേലും ബൈസണും കൂടെ ഒരുമിച്ച് അകത്തേക്ക് വരികയാണ്. ഈ സമയം ഇവരിങ്ങനെ ഒരുമിച്ച് വരുന്ന കണ്ടിട്ട് ആ ഒരു ആളാണെങ്കിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം നല്ല പരിചയമുണ്ടെന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ പടയിലാണെങ്കിൽ ഫുഡൊന്നും പറഞ്ഞ് കൊണ്ടുവന്നത് മറ്റൊന്നുമല്ല, 2 തോക്കായിരുന്നു. അങ്ങനെ അപ്പോൾ തന്നെ ഇവർ തോക്കെടുത്ത് ഇയാളുടെ നേരെ ചൂണ്ടിയിട്ട്, നിങ്ങൾ സ്വർഗത്തിലേക്ക് അയക്കാമെന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഷൂട്ട് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവർ രണ്ടുപേരും ഇവരുടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവരുടെ ജീപ്പ് ഇട്ടേക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫഡേലാണെങ്കിൽ ബൈസണെ നോക്കിയിട്ട്, നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? നിനക്ക് എന്നെപ്പോലെ ഈ ബ്ലാക്ക് വല്ലതും ഇട്ടുകൊണ്ട് നടന്നാൽ പോരെ, എന്തിനാ ഇതൊക്കെ ഇടുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ബൈസൺ, ഞാനിതിട്ട് എന്താ കുഴപ്പം, എനിക്ക് ഇതൊക്കെ ഇടുന്ന ഇഷ്ടം, നീ എപ്പോഴും മരണം വിട്ടിരിക്കുന്ന പോലെ എപ്പോഴും കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുമല്ലോ, എനിക്കതിന് താല്പര്യമില്ല എന്ന് പറയാണ്. ആ സമയം ഫഡേലാണെങ്കിൽ, ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആരും നമ്മളെ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല, നീ ഇതുപോലെ കളർഫുൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൻ്റെ ഇടയിലാണെങ്കിൽ നീ പിടിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ സമയം അവനാണെങ്കിൽ, അതിന് ഞാൻ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ച് ഫഡേലിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഇന്ന് ഫ്രൈഡേ അല്ലേ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബൈസൺ പോകാൻ തുടങ്ങുകയാണ്. ആ സമയം ഫഡേൽ, നീ എവിടെയാണ് പോകുന്നത്, എന്താ നിൻ്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ, എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, നീ എൻ്റെ അച്ഛനാണോ എൻ്റെ ബ്രദറാണോ, എന്തിനാ ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, എനിക്ക് പോവേണ്ട ആവശ്യമുണ്ടെന്ന് പറയാണ്. ആ സമയം ഫഡേൽ, നമ്മളിപ്പോൾ ഒരു കൊലപാതകം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ മുന്നിൽ നിന്ന് ഇറങ്ങാതെ ഒളിച്ച് താമസിക്കേണ്ട സമയമല്ലേ, റോഡ് മൊത്തം പോലീസുകാർ ആ കൊലപാതകം അന്വേഷിച്ചടക്കാണ്, നീ അപ്പോൾ അവരെ മുന്നിൽ തന്നെ കയറി കൊടുക്കാൻ പോകണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം അത് കേട്ടിട്ട് ബൈസനാണെങ്കിൽ, അതിന് ഞാൻ എപ്പോഴേലും പോലീസിൻ്റെ കയ്യിൽ പിടി കൊടുത്തതായിട്ട് നീ കേട്ടിട്ടുണ്ടോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, നമ്മുടെ വർക്ക് ഞാൻ എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യുന്നതല്ലേ, ഇനി ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ, ശരി എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ബൈസൺ ബുക്ക് ചെയ്ത ബൈക്ക് ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഫഡേലിനോട് പറഞ്ഞിട്ട് അതിൽ കയറി പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അടുത്ത 2 ഹീറോസ് ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിനെയാണ്. ഒരാളുടെ പേര് കാണ്ട് എന്നാണ്, മറ്റേ പേര് സ്റ്റൈൽ എന്നും. ഇപ്പോൾ അവർ രണ്ടുപേരും ഏതൊരു ക്ലബ്ബാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ അവരിങ്ങനെ ബോളിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണ്ടാണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്കും ഒരാൾ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ ഫോൺ എടുക്കാതെ കോൾ കട്ട് ചെയ്യുകയാണ്. ഇതേ ടൈം അവൻ്റെ അടുത്തേക്ക് സ്റ്റൈൽ വന്നിട്ട് ഒരു ടാറ്റു ഡിസൈൻ കാണിച്ചിട്ട്, ഇതെങ്ങനെയുണ്ട്, ഇത് ക്ലാസിക് അല്ലേന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയം കാണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇവരിങ്ങനെ ചുറ്റും ഇനി ആരെയൊക്കെ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്.
ആ ടൈമിൽ സ്റ്റൈൽ അവനെ നോക്കിയിട്ട് നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, നീ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ കറങ്ങാൻ വന്നേക്കുക, അപ്പം നീ വേറെ ആൾക്കാരെ നോക്കി നടക്കുവാണോ, അറിയാൻ പാടില്ല അങ്ങോട്ട് ചോദിക്കാം, നിനക്ക് ഈ വൺ നൈറ്റ് സ്റ്റാൻഡ് പരിപാടിയൊക്കെ നിർത്തിക്കൂടെ, തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, ഒന്നിരുന്ന് വല്ല റിലേഷൻഷിപ്പിലാവും അല്ലെങ്കിൽ ഈ വൺ നൈറ്റ് സ്റ്റാൻഡ് നിർത്താനായിട്ട് പറയാണ്. ആ സമയം ഇത് കേട്ടിട്ട് കാണണ്ട് എനിക്ക് ഈ റിലേഷൻഷിപ്പൊന്നും താല്പര്യമില്ല, എനിക്ക് ജസ്റ്റ് സംസാരിക്കാൻ ഒരാൾ വേണം, രാവിലെ ആകുമ്പം അങ്ങ് സ്പ്ലിറ്റ് ആവണം, പിന്നെ വേറൊരാൾ, എനിക്ക് ആ വൈബൊക്കെ മതി എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ആ ടൈമിൽ സ്റ്റൈലാണെങ്കിൽ നീ ഇങ്ങനെ ഒരു പ്ലേ ബോയ് ആയി പോയല്ലോടാന്ന് പറയാണ്. ആ സമയം കാണട്ടെ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നീ എന്നെ പോലെ ഒരു പ്ലേ ബോയ് തന്നെയല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി എന്ന് പറയാണ്. ആ സമയം സ്റ്റൈലാണെങ്കിൽ അത് ശരിയാ, പക്ഷെ നിന്നെക്കാളും ഹൈ ലെവലിൽ എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റൈല് പതുക്കെ എഴുന്നേറ്റ് നിന്നിട്ട് അവൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഉയർത്താണ്. കാരണം അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഷർട്ട് എന്ന് പറയുമ്പോൾ ക്രോപ്പ് ടോപ്പ് പോലെ വരുന്ന ഷോർട്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ കൈ പൊക്കുമ്പോൾ തന്നെ അവൻ്റെ വയറും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കുന്ന പെമ്പിള്ളേരെല്ലാം ഇത് കണ്ടിട്ട് ഇവനെ തന്നെ നോക്കുകയാണ്. നമ്മളെ കാണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇവനാണെങ്കിൽ അടുത്ത ആളെ വളയ്ക്കാനുള്ള ശ്രമമാണെന്ന്. ആ സമയം കാണ്ട് നോക്കിയപ്പോഴാണ് ബൈസൺ അവിടെ നിൽക്കുന്നത് കാണുന്നത്. നമ്മുടെ ബൈസൺ നേരത്തെ ഫഡേലിൻ്റെ അടുത്ത് എനിക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നത് ഇങ്ങോട്ടായിരുന്നു. അവനും അവിടെ ബോളിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയമാണ് നമ്മുടെ കാണ്ടിവനെ കാണുന്നത്. കാണ്ടിവനെ കണ്ടോണ്ടേ തന്നെ നമ്മുടെ സ്റ്റൈലിനോട് അവനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ എങ്കിൽ പിന്നെ എന്ത് കാണാൻ നിൽക്കുന്നത്, അവൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാണ്ടിനെ ചീറപ്പ് ചെയ്ത് വിടാണ്. അങ്ങനെ കണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നേരെ ബൈസൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ബൈസൺ ബോളിങ് ചെയ്യുന്നത് എല്ലാം കറക്റ്റ് വീട് സ്ട്രൈക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ബൈസൻ്റെ അടുത്തേക്ക് കാണ്ട് നിന്നിട്ട് കാല് കുറച്ച് പുറകിലോട്ട് വെച്ചിട്ട് ഫോഴ്സ് ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ട് എറിഞ്ഞു നോക്ക്, സ്ട്രൈക്കായി കോളും എല്ലാ വീഴുമെന്ന് പറയാണ്. ആ സമയം ബൈസൺ അവനെ നോക്കിയിട്ട് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും ഈ അഡ്വൈസ് പറഞ്ഞതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാണ്ടിൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ നമ്മുടെ ബൈസൺ വീണ്ടും കളിക്കാനായിട്ട് ചെല്ലാണ്. ഇതേ നമ്മുടെ കാണ്ട് വീണ്ടും ബൈസൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ എന്തായാലും ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം, ഞാൻ താനോട്ടൊന്ന് സംസാരിക്കാനായിട്ട് വന്നതാണ്, കാരണം എനിക്ക് തന്നെ കണ്ടിട്ട് ക്യൂട്ടായിട്ട് തോന്നി എന്ന് പറയുന്നുണ്ട്. ബൈസൺ അപ്പോൾ അങ്ങനെയാണോ താങ്ക് യു സോ മച്ച് എന്ന് പറയാണ്. എന്നിട്ട് അവൻ വീണ്ടും നമ്മുടെ കാണ്ടിന് മൈൻഡ് ചെയ്യാതെ കളിക്കാൻ നിൽക്കുവാണ്. ആ സമയം നമ്മുടെ കാണ്ടി ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബൈസൺ തന്നെ അല്ല നീ സ്ട്രൈക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, വന്ന് പഠിപ്പിച്ചു തരാനായിട്ട് പറയാണ്. അങ്ങനെ നമ്മുടെ കാണ്ട് അവൻ്റെ അടുത്ത് നിന്നിട്ട് ഭയങ്കര ക്ലോസ് ആയി നിൽക്കുന്നുണ്ട്, കയ്യിലൊക്കെ പിടിച്ച് കാലൊക്കെ ചേർത്ത് വെച്ചിട്ട്. അവിടെ ചുറ്റിലുള്ള ആൾക്കാരും ഇവർ കാണുന്നില്ല, ഇവർ ഭയങ്കര എക്സ്ട്രീമായിട്ട് ക്ലോസ് ആയി നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ ബൈസൺ നമ്മൾ തീരെ ക്ലോസ് ആവുന്നില്ലേ എന്ന് വെച്ചപ്പോൾ കാണ്ട് നിനക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പഠിക്കണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ബോളിങ് ചെയ്യാണ്. അപ്പോൾ അത് സ്ട്രൈക്ക് ആവുന്നുണ്ട്. ആ സമയം നീ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ കാണ്ടിനോട് ബൈസൺ പറയാണ്. എന്നിട്ട് ബൈസനാണെങ്കിൽ വീണ്ടും കാണ്ടിനോട് നിനക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞുകൊണ്ട് വന്നത്, എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ആ സമയം കാണ്ട് അതൊക്കെ ഉണ്ട്, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സംസാരിക്കാം എന്ന് പറയാണ്. ആ സമയം ബൈസൺ നിൻ്റെ വീട്ടിലാണോ പോയി സംസാരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കാണ്ട് പറ്റില്ല, എൻ്റെ അനിയൻ അവിടെ ഉണ്ടെന്ന് പറയാണ്. എന്നിട്ട് ബൈസൻ്റെ സ്ഥലത്തേക്ക് പോയാലോ എന്ന് വെച്ചപ്പോൾ പറ്റില്ല, എൻ്റെ ചേട്ടൻ അവിടെ ഉണ്ടെന്ന് അവനും പറയാണ്. അങ്ങനെ അവരാണെങ്കിൽ എങ്കിൽ ശരി നമുക്കൊരു ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം വീണ്ടും സ്റ്റൈലെല്ലാം കാണിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ കാറ് നല്ല സ്പീഡിന് ഓടിച്ചുകൊണ്ട് പോവാണ്. ആ സമയം ഇവനാണെങ്കിൽ ഇവൻ്റെ ഫോണിൽ മെസ്സേജൊക്കെ അയച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. ഇവൻ റോഡിൽ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ഇവൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഫഡേൽ അവൻ്റെ വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും നോക്കാതെ വന്നതുകൊണ്ട് തന്നെ സ്പീഡിന് വന്ന് ഇവൻ്റെ കാർ നമ്മുടെ ഫഡേലിൻ്റെ വണ്ടിയിൽ ഇടിക്കുകയാണ്. അങ്ങനെ അവർ വണ്ടി രണ്ട് സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ ഫഡേലിൻ്റെ വണ്ടിയിൽ കുറേ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്, എന്നാൽ നമ്മുടെ സ്റ്റൈലിൻ്റെ കാറിന് ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ സ്റ്റൈൽ ഫഡേലിൻ്റെ അടുത്ത് വന്നിട്ട് ഐ എം സോറി എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല, എൻ്റെ കാറിൻ്റെ പെയിൻറ്റ് പോയിട്ടുണ്ട്, നീ എന്താ റോഡിൽ നോക്കിയിട്ടല്ലേ ഓട്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ അത് പിന്നെ സോറി ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാണ്. ആ സമയം ഇത് കേട്ടിട്ട് ഫഡേലാണെങ്കിൽ നീ എന്തേ പറയുന്നത്, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നോ, വണ്ടി ഓടിക്കുമ്പോഴാണ് മെസ്സേജ് അയക്കുന്നത്, റോഡിലുള്ള ആൾക്കാരെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടത്, നീ എന്താ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ബോട്ടിൽ ബിയർ മാത്രമേ കുടിച്ചുള്ളൂ എന്ന് പറയാണ്. ആ സമയം അത് തന്നെ കൂടുതലാണ്, എന്നിട്ടാണ് നീ വണ്ടി ഓടിക്കുന്നത്, നിനക്ക് ലൈസൻസ് കൊണ്ടോ എന്ന് തിരിച്ച് ഫഡേൽ സ്റ്റൈലിനോട് ചോദിക്കുകയാണ്. ആ സമയം സ്റ്റൈൽ ഒന്ന് സമാധാനിക്കുക, എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്, പിന്നെ നിൻ്റെ ഈ വണ്ടിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഫഡേലാണെങ്കിൽ സ്റ്റൈലിനെ ആ വണ്ടിയുടെ അടുത്തോട്ട് വിടുന്നില്ല. കാരണം നേരത്തെ ആ സ്റ്റാർട്ടിങ് സീനിൽ അയാളെ കൊന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഫഡേലും ബൈസണും കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫഡേലിൻ്റെ കയ്യിൽ എന്തോ ഒരു വലിയൊരു ബ്ലാക്ക് കവർ ഉണ്ടായിരുന്നു, അതിനകത്ത് എന്തോ സാധനം ഉണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. അതവൻ അവൻ്റെ ആ ജീപ്പിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് ഒരു തുണിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്റ്റൈലിനെ അതിൻ്റെ അടുത്തോട്ട് വിടാത്തത്. ഫഡേൽ എന്നിട്ട് സ്റ്റൈലിനോട് നീ ഒന്നും ഉത്തരവാദിത്തമായിട്ട് എടുക്കാൻ നിൽക്കണ്ട, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എങ്കിൽ പിന്നെ ഞാനാണെങ്കിൽ വണ്ടി ഇടിച്ചിട്ട് പോയി കളയുന്ന അവസ്ഥയാവത്തില്ലേ, എനിക്ക് വണ്ടി നന്നാക്കാൻ അറിയാം, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ നീ മെക്കാനിക്കാണെന്ന് വെച്ചപ്പോൾ അതെ മെക്കാനിക്കാണ്, എൻ്റെ ആ ഒരു മെക്കാനിക് ഷോപ്പിൻ്റെ പേര് സ്റ്റൈൽ ഓട്ടോ എന്നാണ്, നീ അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോയി ഇപ്പോൾ തന്നെ ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ വണ്ടിയുടെ പുറത്ത് എന്തോ കവറിൽ സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൈലിനെ അതിൻ്റെ അടുത്തോട്ട് വിടുന്നില്ല. എന്നിട്ട് ഫഡേലാണെങ്കിൽ ദേഷ്യത്തിൽ സ്റ്റൈലിനെ തള്ളി മാറ്റിയിട്ട് എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട്, ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ നേരമൊന്നുമില്ല, ഞാൻ നിൻ്റെ കടയിലേക്ക് വണ്ടി പിന്നെ കൊണ്ടുവന്നോളാം പറയുന്നുണ്ട്. അതിന് ഫസ്റ്റ് സ്റ്റൈൽ സമ്മതിക്കുന്നില്ല. എന്നാൽ വീണ്ടും ഫഡേൽ ദേഷ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ശരി പിന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയാണ്.
എന്നിട്ട് ഫടയിൽ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണ്ടിനെയും ബൈസനെയും കാണിക്കുമ്പോൾ ഇവരാണ് ഈ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കാണ്ട് ബെഡിൽ കയറി കിടന്നിട്ട് അവൻ്റെ ഷർട്ടൊക്കെ അഴിച്ചിട്ട് നമ്മുടെ ബൈസനെ വിളിക്കുന്നുണ്ട്. ഫസ്റ്റ് ബൈസൺ അടുത്തോട്ട് ചെല്ലുന്നില്ല, പിന്നെ അവൻ്റെ കൺട്രോൾ എത്തിയിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ കിസ് ചെയ്യാണ്. കിസ് ചെയ്ത് കഴിഞ്ഞതും കാണ്ടാണെങ്കിൽ നമ്മളിതുവരെയായിട്ട് പരസ്പരം പേര് പോലും പറഞ്ഞില്ല, അതിനു മുമ്പേ നമ്മൾ കിസ് ചെയ്യാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ബൈസൺ അത് അറിയേണ്ട ആവശ്യമുണ്ടോ, നാളെ രാവിലെ എന്തായാലും നമ്മൾ പേരുകൾ മറക്കത്തില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം കാണ്ട് എനിക്ക് പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവുകയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ കാണ്ട് ഉറക്കം എഴുന്നേറ്റപ്പോൾ ബൈസൺ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന കാണ്ട് അവൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ആ സമയം അവൻ്റെ അനിയൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ അനിയൻ്റെ പേര് ബേബ് എന്നാണ്. നമ്മുടെ കാണ്ട് വന്ന ടൈമിന് അവൻ്റെ അനിയൻ അവിടെ തന്നെ ഇരിക്കുന്ന കണ്ടിട്ട് നീ സ്കൂളിൽ പോകുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ്റെ അനിയൻ നീ വീട്ടിൽ ഇപ്പോഴാണോ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം കാണ്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നീ എന്താ വായിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഷേക്സ്പിയറിൻ്റെ ബുക്ക് വായിക്കാമെന്ന് പറയാണ്. ആ സമയം കാണ്ട് നിനക്ക് ഫുൾ ടൈം ഇത് തന്നെയാണോ, നീ ഇപ്പം തന്നെ ഷേക്സ്പിയറിൻ്റെ എല്ലാ ബുക്കും വായിച്ച് കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും കഴിയത്തില്ല, അയാൾ കുറേ ബുക്ക് എഴുതിയിട്ടുണ്ട്, പിന്നെ അയാളുടെ ഏതൊരു ഒരു കഥയുടെ പ്ലേ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുവരെ ഞാൻ അയാളുടെ ബുക്കുകൾ വായിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് അവൻ്റെ അനിയൻ പറയാണ്. ആ സമയം കണ്ട് ഭയങ്കര ഡിറ്റർമിനേഷൻ ആണല്ലോ എന്നൊക്കെ പറയാണ്. ഈ സമയം അവനാണെങ്കിൽ എങ്കിൽ ശരി ഞാൻ സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അനിയൻ അവനോട് ബൈ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. പോയി കഴിയുന്നതും അവൻ്റെ അനിയൻ വായിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബുക്ക് എടുത്ത് ചെയ്യുമ്പോൾ നോക്കുകയാണ്. എന്നാൽ ആ സമയത്തെല്ലാം അവൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ബൈസൻ്റെ മുഖം തന്നെയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫഡേലിനെയാണ്. നമ്മുടെ ഫഡേലും ബൈസനും കൂടി ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്ന ജോലിയാണെങ്കിലും അവരാണെങ്കിൽ സൊസൈറ്റിയുടെ മുൻപിൽ നല്ല ആൾക്കാരായിട്ടാണ് നിൽക്കുന്നത്. അതായത് അവർ ഒരു ബർഗർ ഷോപ്പാണ് നടത്തുന്നത്. അങ്ങനെ ഇപ്പോൾ അവരുടെ കട കാണിക്കുമ്പോൾ അവിടെ ഫഡേലാണെങ്കിൽ കിച്ചണിൽ നിന്നിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ സമയം ബൈസൺ അങ്ങോട്ടേക്ക് വന്നിട്ട് അവർ കൊന്ന ആളുടെയൊക്കെ ന്യൂസ് ഇങ്ങനെ പത്രത്തിൽ വായിച്ചിട്ട് എൻ്റെ പൊന്നീ പൊളിയാണല്ലോ, പോലീസുകാർക്ക് നമ്മളാണ് ചെയ്തതെന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടിട്ട് ഫടയിലാണെങ്കിൽ അത് പോലീസുകാർ ഒരിക്കലും കണ്ടുപിടിക്കാതിരിക്കാൻ വേണം നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബൈസൺ നീ അതിനെ പേടിക്കുന്നത്, ഇത് നമ്മുടെ സ്ഥലമല്ലേ, നമ്മുടെ സ്ഥലത്ത് ആര് കയറി വരാമെന്ന് ചോദിക്കുകയാണ്. ആ സമയം അത് കേട്ടിട്ട് ഫടയിലാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറേണ്ടി വന്നത് ആര് കാരണമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരണമെന്ന് ചോദിക്കുകയാണ്. ഇവരിങ്ങോട്ടേക്ക് മാറേണ്ടി വന്നത് തന്നെ, അവരുടെ ബിസിനസ് ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നത് തന്നെ നമ്മുടെ ബൈസൺ കാരണമാണ്. കാരണം ഒരു ദിവസം അവന് ക്ലബ്ബിൽ വെച്ചിട്ട് കുടിച്ചിട്ട് അവൻ ഭയങ്കര ഫിറ്റായിട്ട് അവൻ്റെ കയ്യിരുന്ന തോക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഷൂട്ട് ചെയ്തു. ആ സമയം അവൻ്റെ കയ്യിൽ തോക്കുള്ളത് ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ ഒബ്വിയസ്ലി അവൻ പിടിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥലം വിടേണ്ടി വന്നത്. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ബൈസൺ സോറി എൻ്റെ തെറ്റാണെന്നറിയാം, എന്നാലും ഞാൻ ഇങ്ങനെ പ്രശ്നം ഇനി ഉണ്ടാക്കത്തില്ല, പിന്നെ എനിക്ക് ഇതുപോലെ ആൾക്കാരെ കൊന്നുകൊണ്ട് ജീവിതകാലം മൊത്തം ജീവിക്കാൻ താല്പര്യമില്ല, നമുക്ക് നിർത്തിക്കൂടെയും ചോദിക്കുകയാണ്. ആ സമയം ബൈസനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്ന കണ്ടിട്ട് ഫടയിൽ അതത്ര എളുപ്പമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെന്ന് വെച്ചപ്പോൾ ബൈസൺ പിന്നെന്താ ജീവിതകാലം മൊത്തം ഇങ്ങനെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കണം, എന്നെ കൊണ്ടിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം ഫടയിലാണെങ്കിൽ അതിന് ഇത്ര ബുദ്ധിമുട്ടെന്താ, നമ്മൾ കൊല്ലുന്നത് മോശക്കാരായ ആൾക്കാരെ മാത്രമല്ലേ, നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മുടെ അടുത്ത് മോശക്കാരായ ആൾക്കാരെ മാത്രമല്ലേ കൊല്ലാൻ പറയുന്നുള്ളൂ, അവരൊക്കെ ഡ്രഗ് ഡീലിങ്സ് ഒക്കെ ചെയ്യുന്ന അഴുക്ക ആൾക്കാരല്ലേ, അപ്പോൾ അവരൊക്കെ മരിക്കേണ്ടവരല്ലേ എന്ന് പറയാണ്. ഇതേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ അമ്മയാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന്. ആ സമയം ബൈസനാണെങ്കിൽ നമുക്ക് ഇനി കൊല്ലാനുള്ള ആളെയും കൂടെ കൊന്നിട്ട് അമ്മയുടെ അടുത്ത് ഒരു വർഷത്തേക്ക് ഈ ഒരു പണി ഏൽപ്പിക്കാതെ എന്നെ ഒന്ന് സ്വതന്ത്രമായിട്ട് വിടാൻ ചോദിച്ചാലോ, സമ്മതിക്കുമായിരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫടയിലാണെങ്കിൽ ഇത് കേട്ടിട്ട് നടക്കാൻ പോകുന്നില്ല, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബൈസന് ചെയ്യാനായിട്ട് കുറേ ജോലി കൊടുക്കുകയാണ്. അങ്ങനെ ബൈസൺ അവരുടെ കടയിൽ പുറത്തിറങ്ങിയിട്ട് വിൻഡോ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിപ്പോൾ ഏതോ ഒരു പയ്യൻ മാസ്ക് വെച്ച് നിന്നിട്ട് നമ്മുടെ ബൈസൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം കാണ്ടിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ സ്റ്റൈലിൻ്റെ ഗ്യാരേജിലേക്ക് വരാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റൈലാണെങ്കിൽ അവനെ കണ്ടിട്ട് അവൻ്റെ കാറ് കണ്ടിട്ട് നീ എന്താ നിൻ്റെ കാറ് നന്നാക്കാൻ വേണ്ടി വന്നതാണോ, ഈ കാർ അടിച്ച് പോകുമെന്നാണ് തോന്നുന്നത്, ഇനി നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നീ ഇതെനിക്ക് തന്നേക്ക് എന്നുള്ള രീതിയിൽ അവൻ പറയാണ്. കാരണം സ്റ്റൈലിന് കാർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്രേസാണ്. അതേപോലെ തന്നെ അവന് കാണ്ടിൻ്റെ ഈ കാർ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കാണ്ടാണെങ്കിൽ അത് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഇവൻ്റെ അടുത്ത് ഇതെൻ്റെ അച്ഛൻ തന്നതാണ്, ഇതിനൊന്ന് വെറുതെ വിട്ടേ, ഇതെനിക്ക് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ സ്റ്റൈലാണെങ്കിൽ ഓക്കെ അല്ല ഇന്നലെ രാത്രി ആ പയ്യൻ്റെ കൂടെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം കണ്ട് അടിപൊളിയായിരുന്നു, അവൻ കാണാൻ ഭയങ്കര ക്യൂട്ടൊക്കെ ആയിരുന്നു എന്ന് പറയാണ്. ഈ സമയം സ്റ്റൈല് നീ ഭയങ്കര ലക്കിയാണ്, എന്നാൽ എൻ്റെ കാര്യം കംപ്ലീറ്റ് പോക്കായിരുന്നു, ഇന്നലെ രാത്രി ഞാൻ ഏതോ ഒരു തന്നെ വണ്ടി കൊണ്ട് ഇടിച്ചു കൊടുത്തു എന്ന് പറയാണ്. ആ സമയം കണ്ട് പിന്നെ എന്തായെന്ന് വെച്ചപ്പോൾ സ്റ്റൈല് കുഴപ്പമൊന്നുമില്ല, അവൻ്റെ വണ്ടി ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു, അതൊക്കെ വിട്, നിൻ്റെ കാര്യത്തിലോട്ട് തന്നെ വീണ്ടും വാ, എന്നിട്ട് എന്തായെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം കണ്ട് എന്താ അവൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ പോയിട്ടുണ്ടായിരുന്നു, അവൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല, അവൻ്റെ മുഖം മാത്രമേ എൻ്റെ മെമ്മറിയിലേ ഉള്ളൂ, മറ്റൊന്നുമില്ല എന്ന് പറയാണ്. ആ സമയം സ്റ്റൈലാണെങ്കിൽ അങ്ങനെയാണോ, അവൻ എൻ്റെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടാണോ പോയെന്ന് വെച്ചപ്പോൾ ഇല്ല, അവൻ എൻ്റെ ഒരു സാധനം പോലും എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം കാർഡിനൊരു കോൾ വരികയാണ്. ആ സമയം പെട്ടെന്ന് സ്റ്റൈൽ എത്തി നോക്കിയിട്ട് ആരാ ആ പയ്യനാണെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അവനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്. ഈ സമയം നമ്മുടെ
സ്റ്റൈലിൻ്റെ നോട്ടം മൊത്തം നമ്മുടെ കാണ്ടിൻ്റെ കാറിലാണ്. അങ്ങനെ അവനാണെങ്കിൽ കാണ്ടിൻ്റെ കാറിനെ ഭയങ്കരമായിട്ട് അങ്ങ് തലോടി സ്നേഹിക്കുകയാണ്. ഇവന് കാറെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ക്രൈസാണ്. അത് കാണ്ടിന് നല്ലപോലെ അറിയുകയും ചെയ്യാം. അതിനുശേഷം കാണിക്കുന്നത് കാണ്ടിനെ ആ കോൾ ചെയ്ത ആളുടെ തേക്കുന്നത് കാണ്ട് പോകുന്നതാണ്. കാണ്ട് അയാളെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അയാളുടെ ചെന്നപ്പോൾ കാണ്ട്, ഞാൻ നിങ്ങളുടെ ഓഫീസറൊന്നുമല്ല ഇങ്ങനെ എപ്പോഴും എനിക്ക് പണികളിങ്ങനെ തരാനായിട്ട്. ആ ഡ്രഗ് ഡീലറിനെ പിടിച്ചു തന്നു കഴിക്കാൻ എൻ്റെ മോഷണ കേസെല്ലാം നിങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞല്ലേ ചോദിക്കുകയാണ്. ആ സമയം ക്യാപ്റ്റനാണെങ്കിൽ, ഞാൻ ഓൾറെഡി നിൻ്റെ പേരിലുള്ള കാറിൻ്റെ മോഷണ കേസെല്ലാം തന്നെ മാറ്റിയല്ലോ, ഇപ്പം നിൻ്റെ പേരിൽ അങ്ങനെ ഒരു കേസേ ഇല്ലയെന്ന് പറയാണ്. ആക്ച്വലി നമ്മുടെ കാണ്ട് കള്ളൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അവന് മിക്കവാറും കാറ് മോഷ്ടിക്കലായിരിക്കും മെയിനായിട്ടുള്ള പരിപാടി. അങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കാണ്ടാണെങ്കിൽ ഇപ്പം എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്യാപ്റ്റൻ, അത് പിന്നെ നിനക്കൊരു പുതിയ ജോലിയുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ പേരിലുള്ള എല്ലാ മോഷണ കേസും റെക്കോർഡ്സും മൊത്തത്തിൽ ഞാൻ അങ്ങ് നശിപ്പിക്കും. പിന്നെ ഒരിക്കലും നിൻ്റെ പേരിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരിക്കത്തില്ല എന്ന് പറയാണ്. എന്നിട്ട് നീ ചെയ്യാൻ റെഡിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയമാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് കാണ്ടാണെങ്കിൽ ഏതൊരു കാറ് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മോഷ്ടിച്ചിട്ട് അത് വിറ്റ് പൈസ എന്തോരം കിട്ടിയ സമയത്ത് ഈ ഒരു ക്യാപ്റ്റനും ക്യാപ്റ്റൻ്റെ ആൾക്കാരും വന്നിട്ട് ഇവനൊക്കെ പിടിക്കുകയാണ്. കണ്ടിട്ട് ക്യാപ്റ്റൻ ആക്ച്വലി ഒരു പോലീസാണെന്ന് തോന്നുന്നു. ഇവരാണെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ഏതെങ്കിലും പോലീസായിരിക്കും. അയാൾ വല്ല കള്ളന്മാരെ പിടിക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അവനാണെങ്കിൽ ആ മോഷണ കേസിൽ അവനിങ്ങനെ പിടിക്കുന്നതും കാണിച്ചുകൊണ്ട് ഫ്ലാഷ് ബാക്ക് തിരിച്ച് പ്രസൻറ്റിലേക്ക് വരുവാണ്. എന്നിട്ട് അവൻ്റെ മോഷണ കേസിൻ്റെ കാര്യവും പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഈ വർക്കൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അതായത് ഇതിൻ്റെ റീസണും പറഞ്ഞു, അതായത് നിൻ്റെ കേസ് ഞാൻ തിരിച്ചു കൊണ്ടുവരും, നിന്നെ ജയിലിലാക്കും, നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ അനിയനാരും നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ടിങ്ങനെ ഓരോ കള്ളന്മാരെ പിടിക്കാനുള്ള ജോലി മറ്റത് അതൊക്കെ ഇങ്ങനെ ഏൽപ്പിക്കുകയാണ്. എപ്പോഴും അവന് ഈ ഡ്രഗ് ഡീലേഴ്സായിട്ടുള്ള ആൾക്കാരോട്ട് ക്ലോസ് ആവുക അങ്ങനെയുള്ള ജോലിയാണ് കൊടുക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ആൾക്കാരെയൊക്കെ കൊല്ലുന്ന 2 ഹിറ്റ്മാൻ അന്വേഷിച്ച് പോകണമെന്ന് പറയാണ്. ആ സമയം ഇവനാണെങ്കിൽ, നിങ്ങൾ എന്താ പറയുന്നത്, അങ്ങനെയുള്ള അത്രയും വലിയ ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ ജെയിംസ് ബോണ്ട് വല്ലതും ആണോ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ആ സമയം നീ അവരായിട്ട് ക്ലോസ് ആവുകയൊന്നും വേണ്ട, അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിച്ചു കൊടുത്തത് 2 പേരിൽ ഒരാളുടെ ഫോട്ടോ ആയിരുന്നു. അത് മറ്റാരുമില്ല, ബൈസണാണ്. ഇവനാണെങ്കിൽ ഇന്നലെ രാത്രിക്ക് ശേഷം ബൈസൺ ആരാണെന്നും ബൈസൻ്റെ പേരെന്താണെന്നും ബൈസൺ ഇനി കാണാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് അവനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ബൈസൻ്റെ ജോലി ഇതാണ്, ആൾക്കാരെ കൊല്ലുന്നതാണെന്നും കൂടെ കണ്ടപ്പോൾ ഇവനാണെങ്കിൽ ദൈവം ഇത് ഇവനാണോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവനാണെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇവൻ ഈ ജോലി ഏറ്റെടുക്കാതെ വേറെ വഴിയില്ലാതെ ഓക്കെ ഇവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുകയാണ്. അതിനുശേഷം സ്റ്റൈലിനെ കാണിക്കുമ്പോൾ ഇവൻ്റെ ഗ്യാരേജിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ച് മരിക്കുകയാണ്. ഇടനായിട്ട് അച്ഛൻ വന്നാൽ പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് വേണ്ടേ പാട്ട് കേട്ടോണ്ടൊന്നും ഇരിക്കരുത്, ഞാനൊന്ന് പുറത്തേക്ക് പോവാം, ഗ്യാരേജ് ഞാൻ വരുന്നവരെ നീ നോക്കിക്കോ, പിന്നെ പാട്ട് കേട്ടോണ്ടിരുന്നേക്കരുത്, കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ നോക്കണമെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ ഓക്കെ അച്ഛാന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ അച്ഛൻ പോയ സ്പോട്ടിൽ തന്നെ ഇവൻ വീണ്ടും പാട്ടിട്ടിട്ട് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. കാറിൻ്റെ അകത്ത് കയറിയിരുന്ന ഡാൻസ് കളിക്കുന്നു, പുറത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നു. ആ ടൈമിനാണ് ഇന്നലെ അവനറിയാതെ ഫഡേലിൻ്റെ ആ ഒരു വണ്ടിയിൽ ഇടിച്ചതുകൊണ്ട് തന്നെ ഫഡേൽ കഴിഞ്ഞ ദിവസം അവൻ്റെ കാറിൻ്റെ അങ്ങോട്ടേക്ക് ഇവനെ അടുപ്പിച്ചില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഇന്ന് നന്നാക്കാനായിട്ട് ഇവൻ്റെ കടയിലേക്ക് തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന നേരത്തായിരുന്നു നമ്മുടെ ഫഡേൽ അവൻ്റെ വണ്ടി കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഫഡേലാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഇവൻ ഡാൻസ് കളിക്കുന്ന മൊത്തം കാണാണ്. സ്റ്റൈൽ ഇവനെ കാണുന്നേ ഇല്ല. അങ്ങനെ ഡാൻസ് കളിച്ചിങ്ങനെ കറങ്ങി വന്നപ്പോൾ ഇവൻ നേരെ ഫഡേലിൻ്റെ മുന്നിൽ വന്ന് തട്ടി നിൽക്കുകയാണ്. ആ സമയം ഫഡേലിനെ കണ്ടിട്ട് നീ എത്തിയോ, നീ എപ്പോഴാണ് എത്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം ഫഡേൽ നിൻ്റെ ഡാൻസ് തുടങ്ങിയപ്പോൾ തൊട്ടേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ അങ്ങനെയാണോ, അപ്പോൾ എൻ്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്നെ കാണാൻ കൂളായിട്ടുണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഫഡേലിന് മറുപടി എടുക്കുന്നില്ല. സ്റ്റൈൽ അപ്പം ഞാൻ വെറുതെ ചോദിച്ചതാ, എന്തൊക്കെയായാലും നീ നിൻ്റെ വണ്ടിയും കൊണ്ട് വന്നല്ലോ, വരത്തില്ലാന്ന് ഞാൻ വിചാരിച്ചെന്ന് പറയാണ്. ആ സമയം ഫഡേൽ നീ അല്ലേ ഫിക്സ് ചെയ്ത് തരാമെന്ന് പറയുന്നത്, പറഞ്ഞ പോലെ തന്നെ ഫിക്സ് ചെയ്ത് തരുമെന്ന് വെച്ചപ്പോൾ അഫ്കോഴ്സ് ഞാൻ ഫിക്സ് ചെയ്ത് തരും, നിൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് ക്ലെയിം കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലയെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അപ്പോൾ പിന്നെ നീ ഈ വണ്ടിയുടെ റിപ്പയറിൻ്റെ മൊത്തം കാശും എനിക്ക് തരുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ നീയല്ലേ എൻ്റെ വണ്ടിയിൽ വന്നിടിച്ചത്, അപ്പോൾ പിന്നെ ഞാൻ ക്യാഷ് അടയ്ക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, നീ ഇങ്ങോട്ടാണ് പൈസ തരേണ്ടത്, അതിന് പകരമല്ലേ നീ ഇപ്പോൾ റിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം എങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ഇൻഷുറൻസ് വേണ്ട, വണ്ടിയുടെ രജിസ്ട്രേഷൻ കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ അതും ഇല്ലയെന്ന് പറയാണ്. ഈ ടൈമിന് എന്തോ ഡൗട്ട് അടിച്ചത് സ്റ്റൈൽ, എനിക്ക് ഇപ്പം നല്ല ഡൗട്ടുണ്ട്, നീ ഈ വണ്ടി മോഷ്ടിച്ചതാണോ അല്ലയോ എന്ന്, എന്താ മോഷണ കേസ് വല്ലതാണോ, അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് തീരെ താല്പര്യമില്ലെന്ന് പറയാണ്. ഈ സമയം ഫഡേൽ വണ്ടി നന്നാക്കിയതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണല്ലേ ഈ ഒരു പുതിയ അടവ് എന്നിങ്ങനെ കാണിച്ചപ്പോൾ സ്റ്റൈൽ അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഇമാതിരി ബിസിനസ്സിലൊന്നും ജോയിൻ ആവാൻ താല്പര്യമില്ല, എന്നാലും എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, ഞാൻ നിന്നെ വണ്ടി
വണ്ടി നന്നാക്കി തരാമെന്ന് പറയാണ്. അങ്ങനെ ഫഡേൽ അവനെ കീ കൊടുത്തിട്ട് അങ്ങ് പോവാണ്. സ്റ്റൈലിൽ അവൻ്റെ വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വണ്ടി അവനിങ്ങനെ ഫുൾ അരിച്ച് പറക്കി നോക്കുകയാണ്. ആ സമയം സ്റ്റൈലിനാണെങ്കിൽ നമ്മുടെ ഫഡേലിൻ്റെ ബർഗർ കട, ആ കടയുടെ പേര് ഹാർട്ട് ബർഗർ എന്നാണ്. അപ്പോൾ ആ ഒരു കടയുടെ ഒരു സ്റ്റിക്കറും കൂടെ അവന് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കാണ്ടിനെയാണ്. കാണ്ടിന് ഇപ്പോൾ നമ്മുടെ ബൈസണെയും ഫഡേലിനെയൊക്കെ അരിച്ച് പറക്കി അന്വേഷിക്കാനായിട്ട് ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ ഇവരുടെ ഈ ബർഗർ കടയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ആ കടയ്ക്കകത്ത് കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൈസണാണെങ്കിൽ ഇവനെ കണ്ടിട്ട് ഓ നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ കാണ്ട് ഒന്നും അറിഞ്ഞിടാത്ത പോലെ അവൻ്റെ അഭിനയം അങ്ങ് തുടങ്ങുകയാണ്. ഓഹോ ഇത് നീ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നിന്നെ കാണുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഇന്ന് രാവിലെ നീ ഒന്നും പറയാതെ പോയി കളഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം കാണ്ടാണെങ്കിൽ ഇങ്ങനെ പറയുന്നിട്ട് ബൈസൺ അത് പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കാണ്ട് അതൊന്നും കുഴപ്പമില്ല, ഞാനും സാധാരണ ഇങ്ങനെ രാവിലെ അവരുടെ അടുത്തൊന്നും പറയാതെ എഴുന്നേറ്റ് പൊക്കളയും, അതുകൊണ്ട് എനിക്കിപ്പോൾ തിരിച്ചൊരു പണി കിട്ടിയതാണെന്ന് ഞാൻ വിചാരിച്ചോളാം, എന്തായാലും നിന്നെ ഇവിടെ വെച്ച് കാണും നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. ആ സമയം ബൈസൺ ഓ അങ്ങനെയാണോ, ഇത് ആക്ച്വലി എൻ്റെ പുതിയ കടയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബൈസൺ അല്ല നീ എന്താ ഇപ്പോൾ ഇവിടെ വന്നത്, ഇത് കോയിൻസിഡൻസ് ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ആ സമയം കണ്ട് ആക്ച്വലി എൻ്റെ ടാറ്റു കട ഇവിടെ അടുത്താണ്, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു പുതിയ ബർഗർ കട വന്നു കണ്ടു, അതുകൊണ്ട് ഇങ്ങോട്ടേക്കൊന്ന് വരാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവനോട് സീറ്റ് ഇരുന്നിട്ട് ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷ് ഏതാണെന്ന് ചോദിക്കുകയാണ്. ബൈസൺ അപ്പോൾ ഇവിടുത്തെ എല്ലാ ഫുഡും അടിപൊളിയാണ്, പിന്നെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ബർഗേഴ്സ് സൂപ്പറാണ്, ഇവിടെ പിന്നെ പാസ്ത സ്റ്റീക്ക് ഇതെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണും എങ്കിൽ പിന്നെ എനിക്കൊരു ചീസ് ബർഗർ മതി എന്ന് പറയാണ്. ആ ടൈമിന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ബൈസൺ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് ചെല്ലാണ്. കിച്ചണിലേക്ക് ചെന്നുള്ളത് തന്നെ ഇവൻ ടെൻഷനായിട്ട് ഫഡേലിനെ കോൾ ചെയ്തിട്ട് ഫഡേൽ ഒന്ന് കോൾ എടുക്കുമെന്ന് പറയുന്നതാണ്. എന്നാൽ ഫഡേൽ കോൾ എടുക്കുന്നില്ല. ആ സമയം ഇവനാണെങ്കിൽ ടെൻഷനായിട്ട് ഇവന് എന്ത് ചെയ്യുമെന്ന് പറയാണ്. കാരണം ഇവന് ചീസ് ബർഗർ ഉണ്ടാക്കാൻ അറിയത്തില്ല, പിന്നെ എന്തെങ്കിലും ചെയ്ത് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ കിടന്ന് കാട്ടിക്കൂട്ടിയിട്ട് അതുണ്ടാക്കി കൊണ്ടുവന്ന് കാണ്ടിന് കൊടുക്കുന്നുണ്ട്. കാണ്ടാണെങ്കിൽ ആ സമയം അവിടെ ഇരുന്ന് കുറച്ചൊക്കെ ഒന്ന് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ അകത്തുണ്ടായിരുന്ന വെജീസൊക്കെ എടുത്ത് മാറ്റുകയാണ്. ആ ടൈമിന് അവനാണെങ്കിൽ ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടിട്ട് ബൈസൺ നിനക്കിത് വേണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറയാണ്. ആ ടൈമിന് ബൈസൺ ആണെങ്കിൽ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് കാണ്ട് അത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ബർഗർ ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. ഇത് വായിൽ വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു, എന്നാലും അവൻ കഷ്ടപ്പെട്ട് എക്സ്പ്രഷനൊക്കെ ഇട്ട് നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ബൈസനാണെങ്കിൽ ഇപ്പം നമുക്ക് കറൻറ്റ്ലി ഹോം ഡെലിവറി ഇല്ലയെന്ന് പറയാണ്. അപ്പോൾ കാണ്ട് പക്ഷേ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ബൈസനാണെങ്കിൽ വേണമെങ്കിൽ നീ ഡെലിവറി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് കൊണ്ട് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് എങ്കിൽ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടും ഒടുക്കത്തെ ഫ്ലോട്ടിങ്ങാണ്. ആ സമയം പരസ്പരം പേരൊക്കെ പറഞ്ഞൊരു പരിചയപ്പെടാണ്. എന്നിട്ട് ഒരു കിസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് ഫഡേൽ കയറി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടുപേരും സ്പേസ് ഇട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കാണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫഡേൽ ബൈസൻ്റെ അടുത്ത് നേരത്തെ ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ നിനക്ക് അങ്ങനെ നേരത്തെ അറിയാവോ, നീയാണെങ്കിൽ അവനെക്കുറിച്ച് നേരെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അവനോട് ക്ലോസ് ആവാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ബൈസൺ ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്തു, അകവും പുറവും ഒക്കെ ചെക്ക് ചെയ്തു, പല പൊസിഷനിലും ചെക്ക് ചെയ്ത് നോക്കി എന്ന് പറയാണ്. ആ സമയം ഫഡേൽ വേണ്ടേ നീയും അവനും കൂടെ ഒരു 1 നൈറ്റ് സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാലും നീ വീണ്ടും അവൻ എന്തിനെങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ വിളിച്ച് വരുത്തിയെന്നല്ല, അവൻ ടാറ്റു കട ഇവിടെ അടുത്താണ്, കോയിൻസിഡൻസ് ആയിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതാണ്, ഞങ്ങൾ വീണ്ടും കണ്ടേന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസണാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നിട്ട് ഫഡേൽ ദേ ഒരു കാര്യം ശ്രദ്ധിയിട്ട് നമ്മൾ ഈ കട ഇട്ടേക്കുന്നതും എന്തിനാണെന്നൊക്കെ നിനക്ക് അറിയാട്ടോ, നമ്മുടെ പ്രൊഫഷനും എന്താണെന്ന് അറിയാട്ടോ, ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മുടെ അടുത്ത് എന്തോ നേടേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം, നമ്മുടെ പ്രൊഫഷൻ എന്താണെന്ന് നിനക്ക് അറിയത്തില്ലേ, നീ അവനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഓ എന്നൊക്കെ ശ്രദ്ധിച്ചിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഫഡേൽ പോയി കഴിയുന്നു അവൻ പിന്നെ സ്വപ്നലോകത്ത് കയറിയിട്ട് നമ്മുടെ കാടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ബ്ലഷായി മരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഫഡേലാണെങ്കിൽ അവൻ്റെ കാർ സ്റ്റൈലിൻ്റെ അടുത്ത് നിന്ന് എടുക്കാനായിട്ട് വരികയാണ് തിരിച്ച്. ആ സമയം കാർ മൊത്തം നേരെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. ആ സമയം സ്റ്റൈൽ ഇത്രയും കിടന്ന് നിരീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നേരെ തന്നെ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയാണ്. ആ സമയം ഫഡേൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാർ കീ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സ്റ്റൈലാണെങ്കിൽ നീ എന്തോ എടുക്കാൻ മറന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ എന്താ മറന്നതെന്ന് ചോദിച്ചപ്പോൾ സ്റ്റൈൽ പതുക്കെ അവൻ്റെ ഷർട്ട് കഴിക്കുകയാണ്. ആ സമയം ഫഡേൽ നീ എന്താടി കാണിച്ചു വിട്ടുന്നതെന്ന് ചോദിച്ചിട്ട് ടെൻഷനാവാണ്. ആ സമയം സ്റ്റൈലാണെങ്കിൽ അവൻ്റെ ഷർട്ട് കഴിച്ചതും അകത്ത് വേറെ ബനിയൻ ഉണ്ടായിരുന്നു. ഈ ബനിയനിൽ അവൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് അവനാണെങ്കിൽ നേരത്തെ നമ്മുടെ ഫഡേലിൻ്റെ കാറിൽ നിന്ന് എടുത്ത അവരുടെ ആ ഒരു കടയിലെ ആ ഒരു സ്റ്റിക്കർ, ആ സംഭവം വെറും ഒരു സ്റ്റിക്കർ ആയിരുന്നില്ല, ഒരു ബാഡ്ജ് പോലെ ആ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു പിൻ ചെയ്ത് വെക്കാൻ അങ്ങനെ ഒരു സംഭവമായിരുന്നു. അതാണെങ്കിൽ അവൻ്റെ ആ ബനിയനിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കറക്റ്റ് ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട്. എന്നിട്ട് അത് കാണിച്ചിട്ട് നിനക്ക് തിരിച്ച് വേണ്ടേന്ന് ചോദിക്കുകയാണ്. ആ സമയം എനിക്ക് തിരിച്ച് വേണം, എൻ്റെ കടയിലത്തെ സംഭവമാണ്, എനിക്കത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് എടുക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അത് ആദ്യം സ്റ്റൈൽ കൊടുക്കുന്നില്ല. എന്നിട്ട് സ്റ്റൈൽ നീ എന്നെ സ്വന്തമായിട്ട് എടുത്തോളാൻ പറയാണ്. അങ്ങനെ ഫഡേലാണെങ്കിൽ അത് അവൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഊരിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സമയം സൂക്ഷിച്ച് വേണം, എൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ടച്ച് ചെയ്യരുത്, ഭയങ്കര സെൻസിറ്റീവാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ഓക്കെ എന്ന് സമ്മതിച്ചിട്ടും ഫഡേലാണെങ്കിൽ ആ പിന്നിങ്ങനെ ഊരിയെടുക്കുന്ന സമയത്ത് ആ പിന്നിട്ട് തന്നെ ഒന്ന് കുത്തു കൊടുക്കുന്നുണ്ട്. ആ സമയം അയ്യോ എന്നിങ്ങനെ നമ്മുടെ സ്റ്റൈൽ വിളിക്കുന്നുണ്ട്. എന്നാൽ ഫഡേൽ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്താണെങ്കിൽ സ്റ്റൈൽ
എന്തായാലും നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണേ, നീയുമായിട്ട് കളിക്കാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ബൈസണും കാണ്ടും കൂടെ ഒരു ഡേറ്റിന് പോവാണ്. കാരണം നേരത്തെ ആ ഒരു ബർഗർ കടയിൽ നമ്മുടെ കാണ്ട് വരുന്ന ടൈമിന് ബൈസനെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഒരു ഡേറ്റിന് പോയാലോ, എനിക്ക് നിന്നെ എൻ്റെ ബോയ് ഫ്രണ്ട് ആക്കണമെന്ന് താല്പര്യമുണ്ട്, പിന്നെ നീ ഇവിടെ പുതിയതായിട്ട് വന്നേറ്റ് ഈ സ്ഥലമൊക്കെ കറങ്ങി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈസനാണെങ്കിൽ ഇവനെ കണ്ടപ്പോഴേ ബ്ലഷ് അടിച്ചിരുന്നതുകൊണ്ട് തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പം നമ്മുടെ കാണ്ടിൻ്റെ കാറിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ബൈസൺ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നത്തില്ല എന്ന് പറയാണ്. അപ്പോൾ കാണ്ട് ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ബൈസൺ അപ്പോൾ നിനക്ക് എത്ര വയസ്സായെന്ന് വെച്ചപ്പോൾ കാണ്ട് എനിക്ക് 29 വയസ്സായെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ നിനക്ക് 29 വയസ്സായി, അപ്പോൾ ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിക്കട്ടെ, എനിക്ക് 24 വയസ്സായതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് നീ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ ഞാൻ നിന്നെ അനിയാന്ന് വിളിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ അത് വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല, നമ്മൾ ക്ലോസ് ആയില്ലല്ലോ, ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ ഇപ്പോൾ എന്താണ് വിളിക്കുന്നത് അങ്ങനെ തന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് എങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് നന്നായിട്ട് പരിചയപ്പെട്ട് ക്ലോസ് ആവുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ ഒരിടത്ത് ചെന്നിരിക്കുകയാണ്. ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സമയത്ത് കാണ്ട് ബൈസൻ്റെ അടുത്ത് നിനക്ക് ബീച്ചാണോ മൗണ്ടൈനാണോ ഇഷ്ടമെന്ന് ചോദിക്കുകയാണ്. ആ സമയം എനിക്ക് ബീച്ചാണ് ഇഷ്ടം, എൻ്റെ വീട് കടലിൻ്റെ സൈഡിലായിരുന്നു, എനിക്ക് പിന്നെ നീന്തുന്നതും ഒരുപാട് ഇഷ്ടമാണെന്ന് ബൈസൺ പറയാണ്. കണ്ട സമയം ആക്ച്വലി എനിക്ക് കടൽ പേടിയാണ്, കാരണം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരിക്കലും ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോയിട്ടുണ്ട്, എനിക്കിപ്പോഴും എൻ്റെ പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബൈസൺ എനിക്ക് സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്, നീ ടെൻഷൻ ആവേണ്ട, എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറയാണ്. ആ സമയം ബൈസൺ കാണ്ടിൻ്റെ ചെവിയുടെ പുറകിലായിട്ട് എന്തൊരു ടാറ്റു അടിച്ചിരിക്കുന്ന കാണാണ്. കാരണം നമ്മുടെ കാണ്ടിൻ്റെ ബോഡിയിൽ ഓൾറെഡി തന്നെ അവൻ്റെ കയ്യിൽ ചെസ്റ്റിൽ ബാക്കിൽ ഒക്കെ ആയിട്ട് ടാറ്റു ഉണ്ട്. ഇപ്പോൾ ഒരു ചെവിയുടെ പുറകിൽ ഒരു ടാറ്റു കണ്ടിട്ട് അത് ഏതാ ടാറ്റു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാണ്ടിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയപ്പോൾ നമ്മുടെ കാണ്ടിൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് ആയ KANT അതായിരുന്നു ആ ഒരു ടാറ്റു. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതാണ് നിൻ്റെ പേരിൻ്റെ ശരിക്കുള്ള സ്പെല്ലിംഗ് എന്ന് ചോദിച്ചപ്പോൾ കാണ്ട് അല്ല, ഇതല്ല ഒറിജിനൽ സ്പെല്ലിങ്, പക്ഷേ ഇത് ഈ ഒരു സ്പെല്ലിങ്ങും ഈ ഒരു പ്രൊനൗൺസിയേഷനാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം, കാരണം ഇതൊരു ഫിലോസഫറിൻ്റെ പേരാണ്, പിന്നെ എൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ബൈസൺ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടത് എന്നാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം, പക്ഷേ എന്ത് പറയാനാ, എനിക്കിപ്പോൾ പ്രിയപ്പെട്ടതായിട്ടും എന്നെ സ്നേഹിക്കുന്നതായിട്ടും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കാണ്ട് പറയാണ്. അതും പറഞ്ഞ് ബൈസൻ്റെ അടുത്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ബൈസൻ്റെ ഐസ്ക്രീം ഇവൻ കുറച്ച് കഴിക്കുകയാണ്. ആ സമയം ബൈസൺ അങ്ങോട്ട് എൻ്റെ ഐസ്ക്രീമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് ബൈസൺ കടയിൽ അങ്ങോട്ടേ കൊണ്ടുവിടാണ്. ആ സമയം ബൈസൺ എന്നെ കറങ്ങാൻ കൊണ്ടുവരുന്ന താങ്ക്സ്, ഇനിയും കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കാണ്ടാണെങ്കിൽ എൻ്റെ കട, എൻ്റെ ടാറ്റു പാർലർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, എപ്പോൾ വേണം കയറി വന്നു, പിന്നെ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ നിൻ്റെ കടയിൽ വരും, പക്ഷേ നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത കാര്യം അതെനിക്ക് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ കണ്ടു വെച്ചപ്പോൾ ബൈസൺ അതിന് നമ്മൾ ഇന്നലെ രാത്രി എന്താ ചെയ്തത് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നൊക്കെ പറയാണ്. ആ സമയം കണ്ട് എങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈസൻ്റെ ബാക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് പിടിക്കുന്നൊക്കെ ഉണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ഫഡയിൽ വരെയാണ്. അങ്ങനെ ഫഡയിലാണെങ്കിൽ നമ്മുടെ കാണ്ടിനെ കണ്ടതും അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന കടയിലത്തൊക്കെ ആവശ്യമായ ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചതെല്ലാം ഫഡയിൽ ബൈസൻ്റെ അടുത്ത് കൊടുത്തിട്ട് കടയ്ക്കകത്തേക്ക് കയറി പോകാനായിട്ട് പറയാണ്. അങ്ങനെ ബൈസനാണെങ്കിൽ നമ്മുടെ കാണ്ടിനോട് ബായ് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാണ്. ഈ സമയം തന്നെ ഫഡയിൽ കാണിലെടുത്ത് നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്, നീ എൻ്റെ അനിയനായിട്ട് ഓൾറെഡി ഒരു 1 night stand കഴിഞ്ഞല്ലേ, പിന്നെ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആദ്യം അതാണെങ്കിൽ അത് പിന്നെ എനിക്ക് അവന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനവൻ്റെ കൂടെ നടക്കുന്നു എന്നിങ്ങനെ കാണ്ട് പറയാണ്. പക്ഷേ എൻ്റെ അനിയന് നിന്നെ തീരെ താല്പര്യമില്ല, അവനാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ പറയാണ്. ആ സമയം കാണ്ടാണെങ്കിൽ പക്ഷേ അവനെന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഡയിലാണെങ്കിൽ അവന് നിന്നെ ഇഷ്ടപ്പെട്ടാണ്, പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല, നിനക്ക് അവനെ വേണമെങ്കിൽ നീ ഫസ്റ്റ് എന്നെ ഒതുക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനും കടയ്ക്കകത്തേക്ക് കയറി പോവുകയാണ്. അതിനുശേഷം കാണ്ടിന്ന് കാണ്ട എൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ക്യാപ്റ്റൻ അവനെ കോൾ ചെയ്തിട്ട് ഇവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണ്ട ആ സമയം ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല, ഞാൻ നിർത്തിക്കോട്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റൻ ആണെങ്കിൽ അങ്ങനെയും ചെയ്യില്ല, നിനക്ക് ഇൻഫർമേഷൻ കിട്ടും, അവർ പിന്നെ ഒരാളെ കൊല്ലുകയൊക്കെ ചെയ്തു, തെളിവ് കിട്ടിയാലേ എനിക്ക് അവരെ പിടിക്കാൻ പറ്റത്തുള്ളൂ, നിന്നെക്കൊണ്ട് പറ്റും, നീ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ഇവിടെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കോൾ കെട്ടിയാണ്. ഈ ടൈമിന് ഇവൻ്റെ ഡോറിൽ വന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ മറ്റാരുമല്ല, അത് ബൈസനായിരുന്നു. ഇവൻ്റെ വീട് എവിടെയാണുള്ളത് അതേ സ്ഥലത്ത് തന്നെയാണ് ഇവൻ്റെ കടയുള്ളത്. അങ്ങനെ ബൈസൺ അങ്ങോട്ടേക്ക് നിന്നും അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് കയറ്റുന്നുണ്ട്. ഈ സമയം ബൈസനാണെങ്കിൽ ഇപ്പോൾ വന്നപ്പോൾ അവന് വേണ്ടി ബർഗർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബൈസൺ ഉണ്ടാക്കിയ ബർഗർ കൊള്ളത്തില്ലായിരുന്നു, ബൈസനും അറിയാം, കാണുന്നത് കഷ്ടപ്പെട്ട് കഴിച്ചാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്രാവശ്യം അവനാണെങ്കിൽ ഫഡയിൽ ഉണ്ടാക്കിയ ബർഗറായിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ അത് കൊടുക്കുന്ന സമയത്ത് ഇതിലെനിക്ക് വിഷം വല്ലതും കലക്കി അവൻ തന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ കാണ്ടാണെങ്കിൽ ചോദിക്കുകയാണ്. ആ സമയം അല്ല, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവരുന്നതെന്ന് അവൻ അറിയത്തില്ല, അതുകൊണ്ട് അവൻ വിഷമൊന്നും ചേർത്തിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ഒരു ബർഗറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ നമ്മുടെ കാണ്ടാണെങ്കിൽ നിൻ്റെ ചേട്ടനാണെങ്കിൽ ഒരാളെപ്പോലും നിൻ്റെ ബോയ് ഫ്രണ്ട് അവൻ സമ്മതിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇനിമേ ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടില്ല, ഫഡയിലാണെങ്കിൽ ആരെയും തീരെ വിശ്വാസമില്ല, അതുകൊണ്ട് അവന് ഫ്രണ്ട്സും ഇല്ല, ലവറും ഇല്ല, ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ആരുമായിട്ട് എന്നെ ക്ലോസ് അവൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അപ്പം നിങ്ങൾ ശരിക്കും ബ്രദേഴ്സാണോ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ബൈസൺ ഞങ്ങൾ ശരിക്കും ബ്രദേഴ്സാണ്, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അമ്മയും 2 അച്ഛന്മാരുമാണ്, അതുകൊണ്ടായിരിക്കും വേറെ വേറെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കാണുകയാണെങ്കിൽ നിൻ്റെ ചേട്ടന് ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മുടെ ഇടയിൽ വന്നിട്ട് നമ്മുടെ റിലേഷൻ പൊളിക്കത്തില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. ആ സമയം മേ ബി അവൻ പൊളിക്കത്തില്ലായിരിക്കും എന്നിങ്ങനെ ബൈസൺ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ നിൻ്റെ ചേട്ടൻ എങ്ങനെ ഒരാളോട്ട് സെറ്റാക്കുമെന്ന് നമ്മുടെ കാണ്ട് പറയാണ്. അപ്പോൾ ബൈസനാണെങ്കിൽ നീ എന്താ എൻ്റെ ചേട്ടനുമായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ കാണ്ടാണെങ്കിൽ അത് ഞാൻ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് അവന് പറ്റിയ ഒരാളെ എനിക്കറിയാം,
നീയുമായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ കിസ് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങോട്ടേക്ക് കറക്റ്റ് ടൈമിന് കാണ്ടിൻ്റെ ബ്രദർ കയറി വരാണ്. എന്നാൽ ആ സമയം കാണ്ടിൻ്റെ അനിയൻ എന്നെ മൈൻഡ് ചെയ്യണ്ട, ഞാനെൻ്റെ ബുക്ക് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അവനെൻ്റെ ബുക്ക് എടുത്ത് പോകാൻ നിൽക്കുകയാണ്. ഈ സമയം പരസ്പരം നമ്മുടെ ബൈസനെയും കാണ്ടിൻ്റെ അനിയനെയും കാണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണ്ടിൻ്റെ അനിയൻ പോയി കഴിയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം കാണ്ടാണെങ്കിൽ സ്റ്റൈലിനെയും വിളിച്ചുകൊണ്ട് ഇവരുടെ കടയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഫഡേലിനെ കാണിച്ചു കൊടുത്തിട്ട് നീ അവനെ ഒന്ന് വളയ്ക്കണം, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് ബൈസനെ കിട്ടത്തുള്ളൂ, അത് ബൈസൻ്റെ ചേട്ടനാണെന്ന് പറയാണ്. നമ്മുടെ സ്റ്റൈലാണെങ്കിൽ ഓൾറെഡി തന്നെ ഫഡേലിനെ അറിയാം, രണ്ടും കൂടെ ഉടക്കുവാണ്. അപ്പോൾ ഇവനെ കണ്ടതും ഇവനാണോ അവൻ, ഞാനന്ന് ഇവൻ്റെ വണ്ടിയിലെ കൊണ്ടിടിച്ചത്, ഇവൻ്റെ അടുത്തോട്ടൊന്നും ഞാൻ പോകത്തില്ല, അവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് കടിച്ചു കയറാൻ വരും, ഞാൻ ഇവനോട് സെറ്റാവാൻ നിൽക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റൈൽ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ കാണ്ടാണെങ്കിൽ പ്ലീസ് 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 എന്തെങ്കിലും ചെയ്യും, ഞാൻ നിനക്ക് പൈസ തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ പൈസയിലൊന്നും ഞാൻ ഒതുങ്ങത്തില്ല, പക്ഷേ നിൻ്റെ അച്ഛൻ്റെ കാറ് തന്നാൽ ഞാൻ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കാണ്ടാണെങ്കിൽ നമ്മുടെ സ്റ്റൈൽ എത്ര ചോദിച്ചിട്ടും കൊടുക്കാതിരുന്നൊരു സാധനമായിരുന്നു, എന്നാൽ സിറ്റുവേഷൻ കൊണ്ട് ശരി ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ്. ആ സമയം സ്റ്റൈലാണെങ്കിൽ അല്ല നീ അതെനിക്ക് ശരിക്കും തരുമോ, നിൻ്റെ സ്വത്തല്ലേ അത്, അപ്പോൾ നീ എനിക്ക് തരാനായിട്ട് ഉറപ്പിച്ചോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഫഡേലിനെ വഴിയിൽ നിന്ന് മാറ്റാനായിട്ട് ഞാൻ എന്തും ചെയ്യും, പക്ഷേ നീയാണെങ്കിൽ അവൻ വളച്ചെടുത്തേക്കണം, അവൻ നീയായിട്ട് ലവിലാവണമെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ അതൊക്കെ ഞാൻ നോക്കണം, അവനെ പോലെ ഒരുത്തരെ എന്നെ പോലെ ഒരാളെ ഭയങ്കര ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വൈകുന്നേരം അവരുടെ ഒരു ബർഗർ കട അടയ്ക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാ കസ്റ്റമേഴ്സും പോയി കഴിഞ്ഞപ്പോൾ കറക്റ്റ് അങ്ങോട്ടേക്ക് സ്റ്റൈൽ കയറി വന്നിട്ട് എനിക്ക് ഫുഡ് വേണമെന്നിങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റൈലിനെ കണ്ടത് ഫഡേലാണെങ്കിൽ കട ക്ലോസ് ആയെന്ന് പറയുന്നുണ്ട്. എന്നാൽ സ്റ്റൈൽ ഇല്ല, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് തന്നെ വേണം, എന്നൊരു അടിപൊളി സ്ഥലം, ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻ കൊള്ളാം, പിന്നെ ഇവിടെ ഓണറായിട്ടുള്ള നിന്നെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ നീ എങ്ങനെ എൻ്റെ കട കണ്ടുപിടിച്ചെന്ന് വെച്ചപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനോട് ഫ്ലേർട്ട് ചെയ്യാണ്. ആ സമയം ഫഡേലാണെങ്കിൽ ഇവിടെ ഒരു ഫുഡില്ല, ഞാൻ എൻ്റെ കിച്ചൺ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് വേണ്ട എനിക്ക് ബിയർ മതി എന്ന് പറയാണ്. ആ സമയം ഫഡേലാണെങ്കിൽ ബിയർ വേണമെങ്കിൽ വല്ല ബാറിലും പോകാൻ പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, എനിക്ക് ഈ സ്ഥലം തന്നെ ഇഷ്ടപ്പെട്ടു, പിന്നെ നിന്നെ കാണാൻ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ബിയർ ഓർഡർ ചെയ്യാണ്. അങ്ങനെ അതാണെങ്കിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫഡേൽ നല്ല ദേഷ്യം വന്ന് നിൽക്കുകയാണ്, എന്നാലും അത് പുറത്ത് കാണിക്കാതെ ഇവന് ബിയർ കൊണ്ട് കൊടുക്കുകയാണ്. ഇവനാണെങ്കിൽ ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കുറേ ഗ്ലാസ് ഇപ്പോഴേ കുടിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരുപാടായപ്പോഴത്തേക്കും ഫഡേലാൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ തന്നെ കുറേ ആയി, നീ നല്ല കുടിച്ചിട്ടുണ്ട്, വീട്ടിൽ പോകാൻ പറയാണ്. ആ സമയം സ്റ്റൈലാണെങ്കിൽ ഇങ്ങനെ അത്ര കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇതൊക്കെ കുടിച്ചാലേ എനിക്ക് നല്ല ധൈര്യം വരത്തുള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം സ്റ്റൈൽ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മളിപ്പോൾ ഒരു ക്ലബ്ബിലായിരുന്നെങ്കിൽ ഞാൻ നീയുമായിട്ട് ക്ലോസ് ആയിട്ട് നിന്ന് ഡാൻസ് കളിച്ചേനെ, എന്നിട്ട് നിൻ്റെ ചെവിയിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്നിങ്ങനെ ചോദിച്ചേനെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലിന് ഇതുപോലത്തെ ലവ് ഇമോഷൻസ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരു കൂസലില്ലാതെ ഇവരെ തള്ളി മാറ്റുകയാണ്. എന്നിട്ട് വീട്ടിൽ പോകാനായിട്ട് പറയുന്നത് സ്റ്റൈലിൽ ഞാൻ പോകത്തില്ല, നീ എന്നെ കൊണ്ടുവിട്ടാലേ പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ കേൾക്കാത്തതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര റൊമാൻറ്റിക് ആവുന്ന പോലെ പതുക്കെ ഫഡേലാണെങ്കിൽ സ്റ്റൈലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സ്റ്റൈലിനെ വലിച്ച് സീറ്റിൽ നിന്ന് താഴെ ഇട്ട് അവനെ വലിച്ച് കടയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടിട്ട് ഇവൻ ഡോറ് ക്ലോസ് ചെയ്യാണ്. ആ സമയം കടയുടെ പുറത്ത് നിന്ന് എടാ വാതിൽ ഉറക്ക്, ഞാൻ നിൻ്റെ കസ്റ്റമർ എന്നൊക്കെ തന്നെ സ്റ്റൈലാണെങ്കിൽ പുറത്ത് കടന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഫഡേൽ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല. ആ സമയം സ്റ്റൈലാണെങ്കിൽ പുറത്ത് നിന്നുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ ഇതിനായിട്ടുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നിന്നെ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഫഡേലിനെ കാണിക്കുമ്പോൾ ഫഡേൽ സ്റ്റൈലിനെ വലിച്ച് കടയിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൈലിൻ്റെ പേഴ്സ് കടയിൽ വീണ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് നമ്മുടെ ഫഡേലിൻ്റെ ID കിട്ടുകയാണ്. അത് വെച്ചിട്ട് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന ടൈമിൽ അവൻ കാണ്ടിൻ്റെ ഫ്രണ്ടാണെന്ന് മനസ്സിലാക്കുകയാണ്. കാണ്ടിനെ ഒന്നാമത് ഇവന് കണ്ടെടുത്തായിട്ടൂടെ, അതോടെ ഇവനാണെങ്കിൽ കാണ്ടിൻ്റെ ഫ്രണ്ടാണെന്ന് മനസ്സിലാക്കുന്നതോടെ ഇവനാണെങ്കിൽ ഷോക്കാവുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. ഇതും കാണിച്ച് ഇവർ എപ്പിസോഡ് എൻ്റെ ആവാണ്. ഇതിപ്പോൾ റിലീസായിട്ടേ ഉള്ളൂ, ഓൺ ഗോയിങ് സീരീസാണ്, ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ റിലീസായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സീരീസിൻ്റെ എപ്പിസോഡ്സ് ഞാൻ ഇടുമ്പോഴത്തേക്കും ഒരാഴ്ച എടുക്കും. അപ്പോൾ ഡെയിലി ഈ ഒരു സീരീസിൻ്റെ എപ്പിസോഡ് വരത്തില്ല, വീക്കിലി വൺസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.